And welcome to the new video. In this video, I'll be discussing about program control in C24X processors TMS320 family. Okay. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതിലെ സി പി യു ആർക്കിടെക്ചറും സി പി യുവിൻ്റെ ഉള്ളിലെ കാര്യങ്ങളും ഒക്കെയാണ് പഠിച്ചിട്ടുള്ളത്. ഇനി ഇതിലെ ഈ പ്രോഗ്രാം കൺട്രോൾ എങ്ങനെയാണ് ഈ പ്രോഗ്രാം ഫ്ലോ പോകുന്നത്, അതിനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൽ മെയിനായിട്ട് വരിക നമ്മളെ സ്റ്റാക്ക്, പിന്നെ ഒരു മൈക്രോ സ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് മെയിനായിട്ട് ഇതിൽ പറയുന്നത്. പിന്നെ പൈപ്പ് ലൈൻ ഓപ്പറേഷൻ. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. So program control involves controlling the order in which one or more blocks of instructions are executed. നമുക്കറിയാം പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്, അല്ലെങ്കിൽ ബ്ലോക്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫോർ എ പെർട്ടിക്കുലർ ടാസ്ക്. അപ്പോൾ ആ ടാസ്ക് കുറേ സെറ്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ സീക്വൻഷ്യൽ ഓർഡറിലായിരിക്കും അധികവും പോവുക. ചിലപ്പോൾ അത് നോൺ സീക്വൻഷ്യലും ആയിരിക്കാം. എന്തായാലും ഇതിൻ്റെ controlling the order in which one or more blocks of instructions are executed. ഈ എക്സിക്യൂട്ട് ചെയ്യുന്ന ഓർഡറിനെ കൺട്രോൾ ചെയ്യുന്നതിന് പറയുന്നതാണ് പ്രോഗ്രാം കൺട്രോൾ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലോയുടെ ഒരു ജനറൽ ബ്ലോക്ക് ഡയഗ്രാം എന്നുള്ള രീതിയിലാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് വരാം. അപ്പോൾ അതിന് മുന്നേ നോർമലി ദ ഫ്ലോ ഓഫ് പ്രോഗ്രാം എക്സിക്യൂട്ട്സ് ഇൻസ്ട്രക്ഷൻസ് അറ്റ് കോൺസിക്യൂട്ടീവ് പ്രോഗ്രാം മെമ്മറി അഡ്രസ്സസ്. അപ്പോൾ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള മെമ്മറി അഡ്രസ്സസുകളിൽ എടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിനെ എടുത്തിട്ടാണ് ഇത് സീക്വൻഷ്യൽ ആയിട്ടാണ് നോർമൽ ഒരു ഫ്ലോ വരുന്നത്. എന്ന് വെച്ചാൽ സീക്വൻഷ്യൽ തന്നെ ആവുന്ന നിർബന്ധമൊന്നുമില്ല. അപ്പം നോർമലി സീക്വൻഷ്യൽ ആണ് എന്നാണ് പറഞ്ഞത്. ഒരു ഓർഡറിലാണ് പോയിക്കൊണ്ടിരിക്കുക. nth ലൊക്കേഷൻ ആയിരുന്നു അടുത്ത n+1 അങ്ങനെ ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കും. ഇനി പ്രോഗ്രാം അഡ്രസ് ജനറേഷൻ ലോജിക് ആണ് ഇതിലത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം. പ്രോഗ്രാം അഡ്രസ് ജനറേഷൻ. ഇപ്പോൾ നമുക്ക് അഡ്രസ്സ് ജനറേറ്റ് ചെയ്യണം. ഒരു ഇത് ഇൻസ്ട്രക്ഷൻ എടുത്ത് അത് എക്സിക്യൂട്ട് എടുക്കുന്ന സമയത്ത് അടുത്തത് എവിടേക്ക് പോകണം എന്നുള്ളത് അറിയണമല്ലോ. So the program flow requires the processor to generate the next program address while executing the current instruction. So next program address ഇപ്പോഴത്തെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജനറേറ്റ് ചെയ്യും. ഇതിനെയാണ് പ്രോഗ്രാം അഡ്രസ് ജനറേഷൻ എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇത് തന്നെ സീക്വൻഷ്യൽ നോർമൽ ആണെങ്കിലും നോൺ സീക്വൻഷ്യലും അത് നടക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്ന കുറച്ച് ഹാർഡ്വെയറുകൾ ഉണ്ട്, അതായത് ഈ പ്രോഗ്രാം അഡ്രസ് ജനറേഷന് വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഇവിടെ മെയിനായിട്ട് കാണിച്ചിട്ടുള്ളത്. ഒരു ഇതെല്ലാം ഇവിടെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതിൽ ഓരോന്ന് ജസ്റ്റ് പറഞ്ഞു പോയിട്ട് ഡീറ്റെയിലേക്ക് പിന്നെ വരാം. സോ ഫസ്റ്റ് ഈസ് എ പ്രോഗ്രാം കൗണ്ടർ. സോ ഒരു പ്രോഗ്രാം കൗണ്ടർ ഉണ്ട്. പ്രോഗ്രാം കൗണ്ടർ ദ C24X ഹാസ് എ 16-bit program counter that addresses the internal and external program memory when fetching instructions. സോ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ പ്രോഗ്രാം മെമ്മറീനെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആളാണ് ആര്, ഈ പ്രോഗ്രാം കൗണ്ടർ. സോ ഈ പ്രോഗ്രാം കൗണ്ടർ വഴിയാണ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ പ്രോഗ്രാം മെമ്മറീസ് വിൽ ബി ആക്സസ് വൈൽ fetching the instruction. ഡീറ്റെയിലേക്ക് നമുക്ക് വരാം. then program address register PAR, program address register. the program address register drives the program address bus PAB. program address busനെ ഡ്രൈവ് ചെയ്യുന്ന ആളാണ് program address register, that is it is connected to PAB. The PAB is a 16-bit bus that provides program address for both read and write. നമ്മൾ ഓൾറെഡി അറിയുന്നതാണ്. PAB എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം അഡ്രസ് ബസ് ആണ്. റീഡും റൈറ്റിനും വേണ്ടിയിട്ട് അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ദെൻ ഇസ് എ സ്റ്റാക്ക്. സ്റ്റാക്ക് ആണ് ഇതിലത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. സ്റ്റാക്ക് എന്ന് പറഞ്ഞ് ഇതാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. സോ സ്റ്റാക്ക് ഇവിടുത്തെ ഒരു 8x16 ആണ്. ഓക്കെ, സോ 8x16 ബിറ്റ് വൈഡ് 8 ബിറ്റ് ലെവലാണ്. 8 ലെവൽ സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അടിക്കടിക്ക് വെക്കുന്ന ഒരു മീനിങ് ആണ് വരുന്നത്. സോ അത് 8 ലെവലുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മേലെ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് ആണ് ഈ കാണുന്നത്. ഇപ്പോൾ സ്റ്റാക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്, ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അപ്പോൾ അതിലേക്ക് സ്റ്റാക്കിലേക്ക് നമ്മൾ എന്തെങ്കിലും ഇടുകയാണ് ചെയ്യുക. അപ്പോൾ അത് ഇവിടെ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറിങ് അപ് ടു 8 റിട്ടേൺ അഡ്രസ്. റിട്ടേൺ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് പ്രോഗ്രാം ഇടയ്ക്ക് ഒരു ഫ്ലോയിൽ പോയിട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വേറെ ഒരു സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യം വരാം. സബ് റൂട്ടീൻ ഇൻട്രപ്റ്റ് ഒക്കെ വന്നിട്ട് വേറെ എവിടെയെങ്കിലും കോളൊക്കെ വന്ന് വേറെ എവിടെയെങ്കിലും പോകേണ്ടി വരും. അപ്പോൾ ആ പോകുന്ന സമയത്ത് അത് തിരിച്ച് വരാൻ വേണ്ടിയിട്ടുള്ള മെമ്മറി അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ പുഷ് ചെയ്യുക എന്ന് പറയുക. പുഷ് ചെയ്ത് വയ്ക്കുമ്പോൾ എവിടേക്ക്, സ്റ്റാക്കിൻ്റെ ടോപ്പിലേക്ക്, എന്നിട്ട് അത് തിരിച്ച് വരുമ്പോൾ അവിടെ നിന്ന് എടുക്കുകയാണ് ചെയ്യുക. സോ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് സ്റ്റാക്ക് ഉപയോഗിക്കുന്നത്. ഡീറ്റെയിലേക്ക് വരാം. വേറെയും യൂസ് ഉണ്ട്. ടെമ്പററി മെമ്മറി സ്റ്റോറേജിനും സ്റ്റാക്ക് യൂസ് ചെയ്യും. അപ്പോൾ അതാണ് ഇതിലത്തെ മെയിൻ ആയിട്ടുള്ള സ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. ഇതല്ലാണ്ട് ഇതിൽ അഡീഷണൽ ആയിട്ട് ഒരു മൈക്രോ സ്റ്റാക്ക് അല്ലെങ്കിൽ എം സ്റ്റാക്കും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മൈക്രോ സ്റ്റാക്ക് ഓർ എം സ്റ്റാക്ക്. അത് 8 ലെവലൊന്നുമില്ല, ഒറ്റ ലെവലുള്ളൂ. സിംഗിൾ ലെവൽ 16 ബിറ്റ് വൈഡ് ആണ്. ടു സ്റ്റോർ 1 റിട്ടേൺ അഡ്രസ്, ഒരു റിട്ടേൺ അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് അത് വന്നിട്ടുള്ളത്. ദെൻ ദർ ഈസ് എ റിപ്പീറ്റ് RPTC counter, RPT counter or RPTC.
The 16-bit RPTC is used with the repeat instruction to determine how many times the instruction following RPT is repeated. അതായത് ചിലപ്പോൾ നമുക്ക് RPT ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും, റിപ്പീറ്റ് ഇൻസ്ട്രക്ഷൻ ആണ് പറയുക. അപ്പോൾ റിപ്പീറ്റ് ഇൻസ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ സെയിം ഇൻസ്ട്രക്ഷൻ കുറേ വട്ടം ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് എത്ര വട്ടം എന്നുള്ളത് നമ്പർ, ആ നമ്പർ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയുക, നമുക്ക് RPTC കൗണ്ടർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്രയും ടൈംസ് ആണ് ഇത് റിപ്പീറ്റ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ഒരു ജനറൽ സ്ട്രക്ചർ, പ്രോഗ്രാം കൺട്രോൾ. ഇതൊരു ജനറൽ ബ്ലോക്ക് ഡയഗ്രം എന്നുള്ള രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അത് വന്ന് നിൽക്കുന്നത് ഇവിടെ ഒരു മക്സിലേക്കാണ്. ഈ മക്സിൽ നിന്നാണ് നെക്സ്റ്റ് പ്രോഗ്രാം അഡ്രസ് രജിസ്റ്റർ NPAR, അടുത്ത പ്രോഗ്രാം അഡ്രസ് രജിസ്റ്റർ ആണ്. ഇത് ഏതാണെന്നുള്ളത് അതാണ് ഈ പറഞ്ഞ കാര്യങ്ങളിലേക്കൊക്കെ കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നത്. പ്രോഗ്രാം കൗണ്ടർ, പ്രോഗ്രാം അഡ്രസ് രജിസ്റ്റർ, മൈക്രോ സ്റ്റാക്ക്, പിന്നെ മക്സ് വഴി ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിലേക്ക് അത് ഡയറക്റ്റ് ഇവിടുന്ന് ഡാറ്റ റീഡെന്നും ഇങ്ങോട്ടുണ്ട്, അതായത് മെമ്മറി ആക്കാം എന്നുള്ള രീതിയിലും അതാണ് ഇവിടെ മക്സ് വെച്ചിട്ട് 2 ഇൻപുട്ട് ആയിട്ട്. പിന്നെ എന്താ പറയുക, ഇവിടേക്ക് വരുന്നത് ഡാറ്റ റീഡിന്ന് കണക്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഈ പ്രോഗ്രാം കൗണ്ടറിൽ നിന്ന് ഇങ്ങോട്ട് കണക്ഷൻ വരുന്നുണ്ട്. നമ്മളുടെ പ്രോഗ്രാം അഡ്രസ് രജിസ്റ്ററിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇതിൽ നിന്നും സ്റ്റാക്കിൽ നിന്നും വരുന്നുണ്ട്. ഓക്കെ, ഇത്രയൊക്കെയാണ് അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഇത് വരുന്നത്. അപ്പോൾ ഇത് അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ടില്ലെങ്കിൽ നമുക്കിത് ജസ്റ്റ് ഒരു ഓവറോൾ ഐഡിയ ഉണ്ടായാൽ മതി. ഇനി മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ഫസ്റ്റ് പ്രോഗ്രാം കൗണ്ടർ. പ്രോഗ്രാം കൗണ്ടർ ആണ് അതിലത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ഓൾറെഡി പറഞ്ഞു 16-ബിറ്റ് പ്രോഗ്രാം കൗണ്ടർ ടു അഡ്രസ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ പ്രോഗ്രാം മെമ്മറി. ഇന്റേണലും എക്സ്റ്റേണലും പ്രോഗ്രാം മെമ്മറിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് ദ PC പ്രോഗ്രാം കൗണ്ടർ ഹോൾഡ്സ് ദ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. അടുത്തത് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ അഡ്രസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് പ്രോഗ്രാം കൗണ്ടർ. അപ്പോൾ അത് എന്താ പറയുക, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. അടുത്ത വഴിക്കാണ് പോകുന്നത് എന്നുള്ളത് ഒരെണ്ണം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാം കൗണ്ടറിലേക്ക് അത് ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആൻഡ് ത്രൂ ദ പ്രോഗ്രാം അഡ്രസ് ബസ് PAB an instruction is fetched from that address in the program memory and loaded into the instruction register. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഡ്രസ്സിലുള്ള എന്താ പറയുക, ഈ അഡ്രസ്സിലുള്ള ഇൻസ്ട്രക്ഷനെ പോയി എടുക്കും. എന്ത് വഴി? പ്രോഗ്രാം അഡ്രസ് ബസ് വഴി പോയി എടുത്തിട്ട് അത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്ത് വെക്കും. ഇപ്പോൾ വെൻ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ഈസ് ലോഡഡ് ദ PC ഹോൾഡ്സ് നെക്സ്റ്റ് അഡ്രസ്. അപ്പോൾ ആ സമയത്ത് ആ ഒരു പ്രോസസ്സ് അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ആര് ഫ്രീ ആയി, പ്രോഗ്രാം കൗണ്ടർ ഫ്രീ ആയി. അപ്പോൾ അതിലേക്ക് തിരിച്ച് എന്ത് ചെയ്യും, അടുത്ത അഡ്രസ്സിനെ ലോഡ് ചെയ്യും. എന്നിട്ട് വീണ്ടും പ്രോഗ്രാം അഡ്രസ് ബസ് വഴി പോയി ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യും. അതങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് നടക്കുന്നത്. Can load the PC in a number of ways to accommodate sequential and non-sequential program flow. അപ്പോൾ രണ്ട് തരത്തിലുള്ള രീതിക്കും പോസിബിൾ ആവുന്ന രീതിയിൽ തന്നെയാണ് സീക്വൻഷ്യലും നോൺ സീക്വൻഷ്യലും നടക്കുന്ന രീതിയിലാണ് അതിന് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇവിടുത്തെ സ്റ്റാക്ക് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഓൾറെഡി നിങ്ങൾ മൈക്രോ കൺട്രോളറിലൊക്കെ കേട്ടിട്ടുള്ളതായിരിക്കും സ്റ്റാക്ക് യൂസ് ചെയ്യുന്നത്. റിട്ടേൺ അഡ്രസ്സ് എടുത്തു വയ്ക്കാനാണ് മെയിനായിട്ട് സ്റ്റാക്കിന് ഉപയോഗിക്കുന്നത്. ഇവിടെ അത് മെമ്മറിയും കൂടി ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഓൾറെഡി പറഞ്ഞതാണ് 8 ലെവലാണ്, 16-ബിറ്റ് വൈഡ് ഹാർഡ്വെയർ സ്റ്റാക്ക് ആണ്. ആൻഡ് ദ പ്രോഗ്രാം അഡ്രസ് ജനറേഷൻ ലോജിക് യൂസസ് ദ സ്റ്റാക്ക് ഫോർ സ്റ്റോറിംഗ് റിട്ടേൺ അഡ്രസ്സസ് വെൻ എ സബ് റൂട്ടീൻ കോൾ ഓർ ഇൻറപ്റ്റ് ഒക്കേഴ്സ്. സോ ചിലപ്പോൾ സബ് റൂട്ടീൻ കോൾസ് അല്ലെങ്കിൽ ഇൻറപ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ നോർമൽ പ്രോഗ്രാം ഫ്ലോയിൽ നിന്ന് വിട്ട് വേറെ വഴിക്ക് പോകേണ്ടി വരും. അപ്പോൾ ആ വേറെ വഴിക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ച് എവിടെയായിരുന്നു എന്നുള്ളത് ഇതിനെ അറിയണം. അവിടെ തിരിച്ച് അങ്ങോട്ട് തന്നെ എത്തേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് ഈ നോർമൽ ഫ്ലോയിൽ നെക്സ്റ്റ് എന്താണ് സ്റ്റോർ ചെയ്യേണ്ടത്, എവിടേക്കാണ് പോകേണ്ടിണ്ടായിരുന്ന ലൊക്കേഷൻ, ആ ലൊക്കേഷൻ എവിടേക്ക് എടുത്തിടും, സ്റ്റാക്കിൻ്റെ മേലേക്കിടും. സോ വെൻ ആൻ ഇൻസ്ട്രക്ഷൻ ഫോഴ്സസ് ദ CPU into a subroutine or an interrupt forces the CPU into an interrupt service routine, the return address is loaded to the top of the stack automatically without the need for additional cycles. വേറൊരു സൈക്കിളിൻ്റെ ഒന്നും ആവശ്യമില്ലാണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി അപ്പോൾ അടുത്തത് പോകുന്ന അഡ്രസ്സ് എടുത്ത് എവിടേക്ക് ഇടും, സ്റ്റാക്കിൻ്റെ ടോപ്പിലേക്ക് ഇടും. ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇൻറപ്റ്റ് സബ് റൂട്ടീൻ അല്ലെങ്കിൽ ഇൻറപ്റ്റ് സർവീസ് റൂട്ടീൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ, ആൻഡ് വെൻ ദ സബ് റൂട്ടീൻ ഓർ ഇൻറപ്റ്റ് സർവീസ് റൂട്ടീൻ ഈസ് കംപ്ലീറ്റ്, റിട്ടേൺ ഇൻസ്ട്രക്ഷൻ വിൽ ട്രാൻസ്ഫർ ദ റിട്ടേൺ അഡ്രസ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് ബാക്ക് ടു പ്രോഗ്രാം കൗണ്ടർ. ബാക്ക് ടു എവിടേക്ക് തന്നെ എത്തണം, പ്രോഗ്രാം കൗണ്ടർ ആണല്ലോ അടുത്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു റിട്ടേൺ കോൾ വരും, ആ റിട്ടേണിനനുസരിച്ച് അത് തിരിച്ച് വീണ്ടും ആ എടുക്കുന്ന അഡ്രസ്സിനടുത്ത് പ്രോഗ്രാം കൗണ്ടറിലേക്ക് ലോഡ് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും, അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. സോ വെൻ ദ 8 ലെവൽസ് ആർ നോട്ട് യൂസ്ഡ് ഫോർ റിട്ടേൺ അഡ്രസ്സസ്, സ്റ്റാക്ക് മേ ബി യൂസ്ഡ് ഫോർ സേവിംഗ് കോണ്ടെക്സ്റ്റ് ഡാറ്റ ഡ്യൂറിംഗ് എ സബ് റൂട്ടീൻ ഓർ ഇൻറപ്റ്റ് സർവീസ് റൂട്ടീൻ ഓർ ഫോർ ദ അതർ സ്റ്റോറേജ് പർപ്പസ്. ഇപ്പോൾ സ്റ്റോറേജിനും ഉപയോഗിക്കാം നമ്മളത്. എന്തിനും ഉപയോഗിക്കുന്നില്ലെങ്കിൽ, റിട്ടേൺ അഡ്രസ്സിന് ഉപയോഗിക്കുന്നില്ലെങ്കിൽ 8 ലെവൽ
ഉള്ളത്. പിന്നെ ഇതിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ അത് ഓൾറെഡി മൈക്രോ കൺട്രോളറിൽ കേട്ടിട്ടുള്ളതായിരിക്കും, പുഷും പോപ്പും. പുഷ് അങ്ങോട്ട് ഇടുന്നതും തിരിച്ച് ഇങ്ങോട്ട് എടുക്കുന്നതാണ് പോപ്പ്. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള ഫസ്റ്റ് ഇത് വരുന്നത്, പുഷ് ആൻഡ് പോപ്പ്. So the push instruction copies the 16 LSBs of the accumulator to the top of the stack. 16 ബിറ്റ് ആണ് അക്യുമുലേറ്ററിൽ നിന്നാണ് എടുക്കുന്നത്. പുഷ് ഇൻസ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ LSB എടുത്തിട്ടാണ് ടോപ്പിലേക്ക് ഇടുന്നത്. പിന്നെ അടുത്തത് വരണമെങ്കിൽ ഷിഫ്റ്റ് ചെയ്തിട്ട് വേണ്ടി വരും ഇടാൻ വേണ്ടിയിട്ട്. ദെൻ പോപ്പ് ഇൻസ്ട്രക്ഷൻ കോപ്പീസ് ദ വാല്യൂ ഓൺ ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് ടു ദ 16 LSB ഓഫ് ദ അക്യുമുലേറ്റർ, നേരെ തിരിച്ച്. അപ്പോൾ അതാണ് പോപ്പ്. പുഷ് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇടുക, പോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ട് എടുക്കുക. 16 ബിറ്റ് LSB ഓഫ് അക്യുമുലേറ്റർ ആണ്. അവിടുന്ന് എടുക്കുക, അവിടുന്ന് എടുത്ത് സ്റ്റാക്കിലേക്ക് ഇടാനും സ്റ്റാക്കിൽ നിന്ന് തിരിച്ച് അങ്ങോട്ട് ലോഡ് ചെയ്യാനുമാണ് പുഷും പോപ്പും ഉപയോഗിക്കുന്നത്. പിന്നെ വരുന്നത് PSHDയും POPDയും. പുഷ് ഡി എന്നും പറയാം, പോപ്പ് ഡി, പോപ്പ് ഡാറ്റ. നമ്മൾ പറഞ്ഞല്ലോ മെമ്മറി ആയിട്ട് ഇതിനെ ഉപയോഗിക്കാന്നുള്ളത്. അപ്പോൾ അതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. സോ ദീസ് ഇൻസ്ട്രക്ഷൻസ് അലോ യു ടു ബിൽഡ് എ സ്റ്റാക്ക് ഇൻ ഡാറ്റ മെമ്മറി ഫോർ നെസ്റ്റിംഗ് ഓഫ് സബ് റൂട്ടീൻസ് ഓർ ഇൻറപ്റ്റ്സ് ബിയോണ്ട് 8 ലെവൽസ്. അതായത് ശരിക്കും അങ്ങനെയല്ല, അതായത് ഡാറ്റ മെമ്മറിയിൽ നമുക്ക് സ്റ്റാക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ചെറിയൊരു സ്റ്റാക്ക് പോലെ അഡീഷണൽ 8 ലെവലിൻ്റെ അപ്പുറം പോകണമെങ്കിൽ. ദ പുഷ് ഡി ഇൻസ്ട്രക്ഷൻ PSHD pushes data memory value onto the top of the stack, and pop D instruction pops the value from the top of the stack to the data memory. Okay, അപ്പോൾ അതാണ് പുഷ് ഡിയും പോപ്പ് ഡിയും യൂസ് വരുന്നത്. അപ്പോൾ ഇതാണ് മെയിൻലി സ്റ്റാക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ഇതേപോലെ പറഞ്ഞ കൂടിയുള്ളതാണ് മൈക്രോ സ്റ്റാക്ക് ഓർ M സ്റ്റാക്ക്. അത് സിംഗിൾ ലെവലാണ്, 16 ബിറ്റ് ആണ്. So the program address generation logic uses the 16-bit wide one level M stack to store a return address before executing certain instructions. So ചില സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസിൻ്റെ കേസിൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു റിട്ടേൺ അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വെക്കാൻ ഉപയോഗിക്കുന്നതാണ് M stack അല്ലെങ്കിൽ മൈക്രോ സ്റ്റാക്ക്. And these instructions use the program address generation logic to provide a second address in a 2 operand instruction. So ചില 2 operand instructions വരുമ്പോൾ അതിൽ സെക്കൻഡ് അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിന് ഉപയോഗിക്കുന്നത്, മൈക്രോ സ്റ്റാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് സ്റ്റാക്കിൻ്റെ ഉള്ളിലേക്ക് ഇടുന്നില്ല, പകരം ഒറ്റ ലെവലായിട്ടുള്ള മൈക്രോ സ്റ്റാക്കിലേക്ക് ഇട്ട് അവിടെ നിന്ന് എടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദീസ് ഇൻസ്ട്രക്ഷൻസ് ആർ BLDD, BLPD, MAC, MACD, TBLR ആൻഡ് TBLW. ഇതൊക്കെയാണ് ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വരുമ്പോഴാണ് മൈക്രോ സ്റ്റാക്ക് M സ്റ്റാക്ക് അതിൽ യൂസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് ഇൻസ്ട്രക്ഷൻ വരുമ്പോൾ ജസ്റ്റ് ബ്രീഫായിട്ട് പറയാൻ പറ്റുകയാണെങ്കിൽ ഡിസ്കസ് ചെയ്യാം. And when repeated, these instructions use the PC to increment the first operand address and can use the auxiliary register arithmetic unit to generate the second operand address. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വരികയാണെങ്കിൽ സെക്കൻഡ് ഓപ്പറൻഡ് അഡ്രസ് ജനറേറ്റ് ചെയ്യാൻ നമ്മുടെ ARAU യൂസ് ചെയ്യാം, auxiliary register arithmetic unit. And when these instructions are used, the return address is pushed onto the M stack. ഇപ്പോൾ റിട്ടേൺ അഡ്രസ് M സ്റ്റാക്കിൻ്റെ മൈക്രോ സ്റ്റാക്കിൽ മെയിനായിട്ട് നടക്കുന്നത്. ആൻഡ് upon the completion of the repeated instruction, the M stack value is poured back into the program address generation logic. തിരിച്ച് അവിടുന്ന് ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പോപ്പ് ചെയ്ത് തിരിച്ച് വരികയും ചെയ്യും. ഓക്കെ, then the M stack operations are not visible. നമുക്കത് കാണാൻ പറ്റില്ല. ആൻഡ് അൺലൈക്ക് ദ സ്റ്റാക്ക്, M stack can be used only by the program address generation logic. പ്രോഗ്രാം അഡ്രസ് ജനറേഷൻ ലോജിക്കിന് മാത്രമാണ് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, സ്റ്റോറേജിന് ഉപയോഗിക്കാൻ പറ്റില്ല, അത് ഉദ്ദേശിക്കുന്നത്. ആൻഡ് there are no instructions that allow you to use the M stack for storage. അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് സ്റ്റാക്കും M സ്റ്റാക്കും തമ്മിലുള്ളത്. ഒന്ന് സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ 8 ലെവലാണ്, രണ്ടും 16 ബിറ്റ് വൈഡ് ആണ്, 8 ലെവലാണ് സ്റ്റാക്ക്. M സ്റ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലെവലാണ്. അത് 2 ഓപ്പറൻഡ് ഇൻസ്ട്രക്ഷനിലെ സെക്കൻഡ് ഓപ്പറൻഡ് അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. സ്റ്റാക്ക് ആണെങ്കിൽ നമുക്ക് റിട്ടേൺ അഡ്രസ്സ് കൊടുത്ത് വയ്ക്കാം, അതല്ലാത്ത കേസിൽ മെമ്മറി ആയിട്ട് ഉപയോഗിക്കാം. ഇവിടെ മെമ്മറി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല, റിട്ടേൺ അഡ്രസ്സ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഓക്കെ, ദെൻ പൈപ്പ് ലൈൻ ഓപ്പറേഷൻ. പൈപ്പ് ലൈൻ ഓപ്പറേഷനാണ് ഇതിലത്തെ, അതായത് നമുക്ക് അറിയാം, അതായത് ക്ലോക്ക് സൈക്കിളുകളിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലത്തെ ഈ പ്രോഗ്രാം എടുത്ത് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ എടുത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് മെയിൻലി 4 സ്റ്റേജസ് ആണ് വരുന്നത്. ഒരു ഫെച്ച് ഉണ്ട്, ദെൻ ഡീകോഡ് ഉണ്ട്, ദെൻ ഡീകോഡ് ഓപ്പറൻഡ് ഉണ്ട്, ദെൻ എക്സിക്യൂട്ട്. ഈ 4 സ്റ്റേജുകളിലാണ് നടക്കുന്നത്. അപ്പോൾ ഇത് ഓരോന്നും ഓരോ മെഷീൻ സൈക്കിളിലാണ്, ഓരോ ക്ലോക്ക് സൈക്കിളിലാണ് നടന്ന് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് ഈ N ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഇതെങ്കിൽ N ആദ്യം ഫെച്ച് ചെയ്യും, അടുത്തത് അതിനെ ഡീകോഡ് ചെയ്യും, പിന്നെ അതിനെ ഓപ്പറൻഡ് എടുക്കും, എന്നിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്യും. ഈ ഒരു ഫ്ലോ ആണ് പോകുന്നത്. ഇത് ശരിക്കും ഓരോ സൈക്കിളിൽ ഓരോന്നും പോകുമ്പോൾ അങ്ങനെ ഒരൊറ്റ ഇതിലിങ്ങനെ ഒരെണ്ണം ഇങ്ങനെ പോയി അത് കഴിഞ്ഞിട്ടില്ല അടുത്തത് വരുന്നത്. അപ്പോൾ ഇതൊരു പൈപ്പ് ലൈൻ പോലെയാണ്. ഇപ്പോൾ ഒരെണ്ണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അടുത്തത് അതിൻ്റെ പിന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിന് മുന്നേക്ക് പോകുന്നതോറും അതും അതിൻ്റെ പിന്നാലെ വരും. അതായത് ഇപ്പോൾ നമ്മൾ nth 1 ഫെച്ച് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി മുന്നേ ഫെച്ച് ചെയ്തതിനെ ഡീകോഡ് ചെയ്തുകൊണ്ടിരിക്കാം N-1. അതേപോലെ
എന്താ n-2 അതിൻ്റെ ഓപ്പറൻഡ് എടുത്തു, n-3 അതിന് മുന്നേ എടുത്തതിൻ്റെ എക്സിക്യൂഷൻ ലെവൽ വരെ എത്തിയിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് ഓരോ എല്ലാം ഒരു പൈപ്പ് ലൈൻ ഫ്ലോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ n എടുത്തു, n ഡീകോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെടുക്കും, n+1 അവിടെ അപ്പോഴേക്കും വെച്ച് ചെയ്തിട്ടുണ്ടാവും. n-നെ ഓപ്പറൻഡിലേക്ക് എത്തുമ്പോഴേക്കും n+2 എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒരൊറ്റ പൈപ്പ് ലൈൻ പോലെയാണ് ഒന്നിൻ്റെ പിന്നിൽ ഇങ്ങനെ വന്ന് ഒരൊറ്റ. അല്ലാണ്ട് നമ്മളൊരു പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പാക്ക് ഓഫ് അല്ലെങ്കിൽ ഒരു വാട്ടറിൻ്റെ ഒരു പോർഷൻ പോയി അത് അപ്പുറത്ത് എത്തിയതിന് ശേഷമല്ലല്ലോ നമ്മൾ എടുത്ത് വിടുക. എല്ലാം ഒരുമിച്ച് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്ലോ ആണ്, അതാണ് ഉദ്ദേശിക്കുന്നത് പൈപ്പ് ലൈൻ ഓപ്പറേഷൻ. So the instruction pipelining consists of a sequence of bus operations that occur during the execution of an instruction. ഈ sequence of bus operations അതിനെ പറയുന്നതാണ് that occur during the execution of an instruction ആണ് pipelining എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. And C24X pipeline has 4 independent stages. 4 independent stages ആണ് instruction fetch, instruction decode, operand fetch and instruction execute. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആദ്യം ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യും, ദെൻ ആ ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്യും, ദെൻ അതിൽ നിന്ന് ഓപ്പറൻറ്റിനെ അതിനനുസരിച്ചുള്ള ഓപ്പറൻറ്റിനെ പോയി ഫെച്ച് ചെയ്യും, ദെൻ ഫൈനലി എക്സിക്യൂട്ട് ചെയ്യും ഇൻസ്ട്രക്ഷൻ. ഇതാണ് 4 സ്റ്റേജസ്. ഇത് 4ഉം എന്താണ്, ഇൻഡിപെൻഡൻ്റ് ആണ്, പരസ്പരം ഡിപ്പെൻഡൻ്റ് അല്ല. ആൻഡ് ബിക്കോസ് the 4 stages are independent, these operations can overlap. അതാണ് ഇവിടെ കാണുന്നത്, എല്ലാ ഓപ്പറേഷൻസും ഓവർലാപ്പ് ആണ്. എടുക്കുന്ന സമയത്ത് അതിൻ്റെ മുന്നെടുത്തതിൻ്റെ ഡീകോഡും അതിൻ്റെ മുന്നത്തെ ഓപ്പറൻഡ് ഫെച്ചും അതിൻ്റെ മുന്നത്തെ എക്സിക്യൂഷൻ ലെവലും വരെ ഒരുമിച്ചാണ് നടക്കുന്നത്, അതേപോലെ അങ്ങോട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം. And during any given cycle, 1 to 4 different instructions can be active, each at a different stage of completion. അത് നമുക്കിവിടെ കാണാം, ഒരൊറ്റ ടൈമിൽ 3. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ n-1, n-2, n-3, ഇവിടെയാണെങ്കിൽ n+1, n-1, n-2, അങ്ങനെ 4 സെറ്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം അതിൻ്റെ വെവ്വേറെ സ്റ്റേജസിലായിരിക്കും, ഒരു പാരലൽ എല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ട്. അതാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം. ഞാൻ ഇപ്പോൾ ഈ ഫിഗറിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത് 4 ലെവൽ ഡി പൈപ്പ് ലൈൻ ഫോർ സിംഗിൾ വേർഡ് സിംഗിൾ സൈക്കിൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ടിംഗ് വിത്തൗട്ട് നോ വെയിറ്റ് സ്റ്റേറ്റ്. ഇപ്പോൾ ഇത് സിംഗിൾ വേർഡ് സിംഗിൾ സൈക്കിൾ ഇൻസ്ട്രക്ഷൻസിൻ്റെ രീതിയിലാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. വെയിറ്റ് സ്റ്റേറ്റ് ഒന്നും ഇല്ല, ചില കേസിൽ വെയിറ്റ് സ്റ്റേറ്റ് ഒക്കെ ഉണ്ടാവും, ഇവിടെ ഒന്നും ഇല്ലാത്ത ഒരു നോർമൽ സിമ്പിൾ അതാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഈ പ്രോഗ്രാം കൺട്രോളിൽ മെയിനായിട്ട് വരുന്നത്.